സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ ദിവസത്തിന്റെ പ്രഭാതത്തിലേക്ക് ഞങ്ങൾ ഉണരുവാൻ നീ സഹായിച്ചല്ലോ. നിന്റെ കൃപയാലും കരുണയാലും കഴിഞ്ഞുപോയ നാളുകളിൽ രാത്രിയിലൊക്കെ ഞങ്ങളെ പരിപാലിച്ചതോർത്ത് സ്തോത്രം. ദൈവമായ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ നിന്നെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഒരുമിച്ച് ആയിരിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് പൊറുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിലെ ഞങ്ങളെ നിറയ്ക്കണം. ഹൃദയവിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, വിനയത്തോടെ, താഴ്മയോടെ ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ കർത്താവേ ഞങ്ങളെ തുണയ്ക്കണമേ. ഈ ആരാധന ഞങ്ങൾക്കും മുഴു ലോകത്തിനും സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ശുശ്രൂഷയാക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ കാവലും കരുതലും ഉണ്ടാകണമേ. സ്വർഗസ്ഥ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെയും ആരാധനയെയും സകല ലോകത്തെയും സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 208 കീർത്തനം പാടാം. കീർത്തനം 208, ഇമ്മാനുവേൽ തൻ ചങ്കത്തിന് നിർമ്മിക്കുന്ന 208 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ
ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തുതിത്താനികളിൽ മൂന്നാമത്തെ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും അവന്റെ മുൻപിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ഞാനോ നിന്റെ കൃപയുടെ മഹത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനായി എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകൾ എന്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അനുതാപ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അതുകൊണ്ട് കർത്താവിന്റെ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന അത്യുന്നതനായ ദൈവം സകലവും അവൻ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവൻ അറിയാത്തതായ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത
കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് നല്ല മനുഷ്യനായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നാലാമത്തെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിനകുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ച, സകല ദോഷത്തിൽ ഞങ്ങളെ വിടുവിച്ച്, സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവജനമേ, ദൈവത്തിന്റെ ശബ്ദം വചനവായനയിലൂടെ നമുക്ക് കേൾക്കാം. വചനവായനയിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള വേദപാഠഭാഗങ്ങൾ വായിച്ച് കേൾക്കാവുന്നതാണ്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. Listen to the word of God from the book of Ezekiel, chapter 33, verses 1-9. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സുജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തുള്ള ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനായി വെച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം ഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവന് ചെയ്യിച്ച് കളയുന്നുവെങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ ഛേദിച്ചു കളയുന്നുവെങ്കിൽ, ഇവൻ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയെങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ, ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടു തിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ പാഠം വായിച്ച് അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് വായിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനം 99-ാം സങ്കീർത്തനം. യഹോവ വാഴുന്നു, ജാതികൾ പറക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി വിളുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്ക് മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൻ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ പാദപീഠത്തെങ്കിൽ നമസ്കരിപ്പിൻ.
അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ വിരോധന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്നും അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരുളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കാൾ പ്രകാരം തന്നെ. ആമേൻ. Second lesson, New Testament reading is taken from the first letter of Paul to Timothy. 1 Timothy chapter 3 verse 1 to 13. This saying is trustworthy. If anyone aspires to the office of overseer, he deserves a noble task. Therefore, an overseer must be above reproach, the husband of one wife, sober-minded, self-controlled, respectable, hospitable, able to teach. Not a drunkard, not violent, but gentle, not quarrelsome, not a lover of money. He must manage his own household well, with all dignity, keeping his children submissive. For if someone does not know how to manage his own household, how will he care for God's church? He must not be a recent convert, or he may become puffed up with conceit and fall into the condemnation of the devil. Moreover, he must be well thought of by outsiders, so that he may not fall into disgrace, into a snare of devil. Deacons likewise must be dignified, not double-tongued, not addicted to much wine, not greedy for dishonest gain. They must hold the mystery of the faith and a clear conscience, and let them also be tested fast. Then let them serve as deacons, if they prove themselves blameless. Their wives likewise must be dignified, not slanderers, but sober-minded, faithful in all things. Let deacons each be the husband of one wife, managing their children and their own households well. For those who serve well as deacons gain a good standing for themselves and also great confidence in the faith that is in Christ Jesus. Here ends the second lesson. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ ജീവനുള്ള സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയത് 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള ദൈവശബ്ദം. ശിഷ്യന്മാർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പത്രോസ്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. രണ്ടാമതും യേശു പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പത്രോസ്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. മൂന്നാമതും യേശു പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു പത്രോസിനോട്, എന്റെ ആടുകളെ മേയ്ക്കുക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ
നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നീ കൈ നീട്ടുകയും മറ്റൊരുത്ത് നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ പത്രോസ് ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. നിങ്ങൾ കേട്ടത് കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാൻ 218 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. 218 കീർത്തനം പാടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കി വചന ശുശ്രൂഷയ്ക്കായി തുടങ്ങാം. എത്ര മോദം എൻ സ്വർഗദാതൻ ചൊല്ലുന്നു തൻ സ്നേഹം തൻ വേദത്തിൽ. നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 218. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ വചനം നിന്റെ ശബ്ദമായി കേൾക്കാനും അതിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന് എഴുതപ്പെട്ട വചനമായ ശബ്ദം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണം. ഈ വചനത്തിലൂടെ ഞങ്ങളെ ജീവിപ്പിക്കുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നസറായനായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒത്തുചേരുവാൻ നാളുകൾ അനുകൂലമല്ലായകയാൽ നമ്മൾ നമ്മുടെ ഭവനങ്ങളായിരുന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നു. വളരെയധികം ജാഗ്രത ആവശ്യപ്പെടുന്ന നാളുകളാണ് ഇത്. ഒരു മോട്ടോ തന്നെയുണ്ട്, ജാഗ്രത പുലർത്തുക എന്നതാണ് നാം എല്ലായിടത്തും കാണുന്ന ഒരു മോട്ടോ തന്നെ, ജാഗ്രത പുലർത്തുക. അതിന്റെ അർത്ഥം എത്രമേ ഉള്ളൂ. ചുറ്റുപാടുകളിലൊക്കെ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിന് സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അതുകൊണ്ട് ആപത്തിൽ പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജാഗ്രത എന്ന പദത്തിന് നല്ലൊരു നിർവചനം ഇങ്ങനെയാണ്, അനേകം നിർവചനങ്ങളിൽ ഒരെണ്ണം. ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഉണർവിന്റെ പേരാണ് ജാഗ്രത. ഉറക്കമാണെങ്കിൽ പോലും ഒരു താല്പര്യമാറ്റം മതി, ഒരനക്കം മതി ഉണരാൻ. എത്രത്തോളം നമ്മൾ ജാഗ്രതയിലാണ്. ഉറക്കത്തിനിടയിൽ പോലും സൂക്ഷിച്ചു വയ്ക്കുന്ന ഉണർവിന്റെ പേരാണ് ജാഗ്രത. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഒരു നായ ചെവി ഭൂമിയോട് ചേർത്ത് വെച്ച് കിടന്നു. എത്ര ഉറക്കമാണെങ്കിലും ഒരു താല്പര്യമാറ്റം മതി, അവൻ ഉണരും. കാരണം അവന്റെ കടമ കാവലാണ്, കാവൽക്കാരന്റെ ജോലിയാണ്. എത്ര ഉറക്കമാണെങ്കിലും ഒരു താല്പര്യമാറ്റത്തിന്റെ ഒരു മതി, നായ ഉണരും. ഉറക്കത്തിലും സൂക്ഷിക്കേണ്ടുന്ന ഉണർവിന്റെ പേര് ജാഗ്രത. നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടുന്ന നാളുകളാണ് ഇത് എന്ന് കാലം നമ്മെ ഓർമ്മിപ്പിക്കുകയും ഏത് സമയത്തും നമ്മുടെ അരികിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടം എത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രതയുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ജാഗ്രതയായിരിക്കണമെന്ന് ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുക. 33-ാം അധ്യായം എഹെസ്കേൽ പ്രവാചകനെ ഒരു കാവൽക്കാരനോട് തുല്യമായി ഉപമിച്ചിരിക്കുകയാണ്. കാവൽക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു കാവൽക്കാരനാണ്, ഒരു വാച്ച്മാൻ. ഏത് സമയത്തും അപകടം വരുമെന്ന്, ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാമെന്ന്, ഏത് സമയത്തും ജീവൻ ഹനിക്കുന്ന പ്രതിസന്ധി വരാമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉണർന്നിരിക്കേണ്ടുന്ന ഒരു ദൗത്യം എഹെസ്കേൽ പ്രവാചകന് യഹോവയായ ദൈവം ഭരമേൽപ്പിക്കുന്നു. കാവൽക്കാരന്റെ ദൗത്യം. അവിടെ വചനത്തിലൂടെ, ദൈവിക നിർദ്ദേശങ്ങളിലൂടെ, വചനപ്രഘോഷണങ്ങളിലൂടെ, ആത്മീയ ധ്യാനങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ ഒക്കെ ദൈവത്തിന്റെ ശബ്ദം ജനതയെ കേൾപ്പിച്ചിട്ട് പറയുകയാണ്, ജാഗ്രത പുലർത്തണം എന്ന്, ഉണർവ് സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ജാഗ്രത നാളുകളിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഓർഡൈൻഡ് മിനിസ്ട്രിയെ കുറിച്ചാണ്. പട്ടത്വ ശുശ്രൂഷ എന്നതാണ് ചിന്താവിഷയം. പട്ടത്വ ശുശ്രൂഷ നമുക്ക് പരിചിതമായ ഒന്നാണ്. ആരാണ് പട്ടക്കാരൻ? ആരാണ് ഓർഡൈൻഡ് മിനിസ്റ്റർ?
ഉണ്ടായിത്തീരുക എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകേണ്ടിയിരിക്കും. നമ്മളൊക്കെയും അനേകം ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷകൾ സ്വീകരിച്ചവരാണ്. പല വൈദികരുടെ ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സിന്റെ അനവധിയായ ശുശ്രൂഷകൾ ലഭിക്കാനിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്താണ് പട്ടത്വ ശുശ്രൂഷ? ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് പട്ടക്കാരൻ. ഒരു വൈദികൻ, ഒരു ശുശ്രൂഷകൻ ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ദൈവത്തിനും മനുഷ്യനുമിടയിൽ നിൽക്കുന്ന മധ്യസ്ഥന്റെ ധർമ്മം പട്ടക്കാരന്റെ ശുശ്രൂഷയിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് ഓരോ ഓർഡൈൻഡ് മിനിസ്റ്ററും എന്ന് ദൈവമക്കൾ കരുതുക. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് ഓരോരുത്തർ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെട്ടു വരിക. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടുന്നത് അനിവാര്യമായ ഘടകമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എസ്തർ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം, അതിൽ എവിടെ നിന്നുമാണ് ഒരു ഓർഡൈൻഡ് മിനിസ്റ്റർ ഉണ്ടായി വരുന്നതെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്. 33-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ദൈവം ഒരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെക്കുക. ഒരു പട്ടക്കാരനും ഓരോ ഓർഡൈൻഡ് മിനിസ്റ്ററും ഓരോ ശുശ്രൂഷകനും നിങ്ങളിൽ ഒരാൾ, വൺ എമംഗ് യു, നിങ്ങളുടെ ഇടയിൽ നിന്നും വിശ്വാസത്തിൽ വളർന്ന് വേർതിരിക്കപ്പെട്ട വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഓരോ ശുശ്രൂഷകനും. നിങ്ങളിൽ ഒരാൾ. നിങ്ങളുടെ കൂടെ പള്ളിയിൽ വന്ന് ആരാധിച്ച, സൺഡേ സ്കൂൾ കൂടിയ, യൂത്തിൽ പങ്കെടുത്ത, കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന, സഭയുടെ ശുശ്രൂഷകൾ മുന്നിട്ട് നിന്ന ഒരാൾ, നിങ്ങളിൽ ഒരാളാണ് ആ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. വൺ എമംഗ് യു. ഓരോ ശുശ്രൂഷകനും നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളിൽ ഒരാളാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളിൽ നിന്ന് ഒരാളാണ് ആ ശുശ്രൂഷയിലേക്ക് പോകുന്നതെന്ന് ഓർക്കുക. വൺ എമംഗ് യു. അത് കൃത്യമായിട്ട് വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ ശുശ്രൂഷകനും സഭയിൽ നിന്നുമുള്ളതാണ്, നമ്മോട് കൂടെ ഉണ്ടായിരുന്നവരാണ്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കും. ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് ഓരോ ശുശ്രൂഷകനും. അതിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. അനോയിന്റഡ് ബൈ ഗോഡ്. ദൈവത്തിന്റെ അഭിഷേകമുള്ളവരാണ് ശുശ്രൂഷകർ. ദൈവത്തിനും മനുഷ്യനും മധ്യേ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. പ്രീസ്റ്റ് എന്നത് ഒരു ലാറ്റിൻ വാക്കിൽ നിന്നുണ്ടായ ഒന്നാണ്. പൊന്റിഫിക്സ് എന്ന ലാറ്റിൻ പദത്തിൽ ഉണ്ടായിരുന്നത്. ഒരു പൊന്റിഫിക്സ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് പ്രീസ്റ്റ് എന്ന പദം ഉണ്ടായത്. പൊന്റിഫിക്സ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ബ്രിഡ്ജ് ബിൽഡർ, പാലം പണിയുന്ന ആൾ. രണ്ടു കൂട്ടർക്കുമിടയിൽ പാലം പണിയുന്ന ഒരു ശുശ്രൂഷ നമുക്കവിടെ കാണാൻ കഴിയും. ഒരു ഓർഡൈൻഡ് മിനിസ്റ്ററുടെ ശുശ്രൂഷ. അതുകൊണ്ട് നമുക്കൊരു ധർമ്മമുണ്ട്. ഈ ഓർഡൈൻഡ് മിനിസ്ട്രി ഓർഗനൈസ് ഞായറാഴ്ചയിൽ, പട്ട ശുശ്രൂഷ ഓർക്കുന്ന ഞായറാഴ്ചയിൽ വിശ്വാസ സമൂഹത്തിന്, ദൈവമക്കൾക്ക് ഒരു ദൗത്യം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ഓരോരുത്തരെ പ്രോത്സാഹിപ്പിക്കുക. To encourage some to be ordained. നിങ്ങളിൽ നിന്നും
ഒരാളെ ആ ശുശ്രൂഷയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉത്സാഹിക്കണമെന്ന ഒരു നിർദ്ദേശം വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കണം, അതിനുവേണ്ടി അവരെ ട്രെയിൻ ചെയ്യണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. പട്ടത്തു ശുശ്രൂഷ ദൈവത്തിന്റെ ശുശ്രൂഷയാണ് എന്ന് തിരിച്ചറിയുക, പ്രോത്സാഹിപ്പിക്കുകയും കൈത്താങ്ങൽ കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും സപ്പോർട്ടുമൊക്കെ നൽകുകയും ചെയ്യുമ്പോൾ ശുശ്രൂഷകന്റെ ധർമ്മം, ശുശ്രൂഷ അനുഗ്രഹമായി തീരും. അത് ദേശത്തിന്, സഭയ്ക്ക്, കുടുംബങ്ങൾക്ക് നന്മയായി തീരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ തിരുവെഴുത്ത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ഓർഡൈൻ ചെയ്യപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ. ഇവിടെ യഹോവ പറയുന്നത് എന്തെങ്കിലുമൊക്കെ അപകടം, വാൾ എന്ന് പറഞ്ഞാൽ അപകടം, ജീവനെ ഹനിക്കുന്ന ചുറ്റുപാട് സാഹചര്യം ഉണ്ടാകുന്നു. ആ പ്രത്യേക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ സമൂഹം എങ്ങനെയാണ്, സമൂഹത്തിന്റെ പോക്കെങ്ങോട്ടാണ്, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കൃത്യമായി ഇതിനെ വിശകലനം ചെയ്ത് പഠിച്ച് അതിനെതിരെ പ്രതികരിക്കാൻ ഒരു വ്യക്തി സജ്ജനാക്കുകയാണ് പട്ടത്വ ശുശ്രൂഷ. സാഹചര്യം പഠിക്കണം, ചുറ്റുപാട് മനസ്സിലാക്കണം, ദൈവമക്കളെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന ധർമ്മമാണ് ഓർഡൈൻ മിനിസ്ട്രി. ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കുകയും അത് ദൈവജനത്തോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇവിടെ എസ്കേൽ പ്രവാചകനോട് യഹോവ പറയുന്ന കാര്യം, അപകടം വരുന്നുണ്ട് എന്ന് ജനതയോട് പറയണം. അത് ഓർഡൈൻ ഒരു മിനിസ്റ്ററുടെ ധർമ്മമാണ്. അപകടം വരുന്നു, മുന്നറിയിപ്പ് കൊടുക്കുവാൻ, വാണി കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു വാണി കൊടുത്തിട്ട് അപകടം വരുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ശ്രദ്ധിക്കണമേ എന്ന ഒരു മിനിസ്റ്റർ മുന്നറിയിപ്പ് കൊടുത്തിട്ട് അതിന് വിശ്വാസ സമൂഹം, ദൈവമക്കൾ അതിന് മുഖവിലക്കെടുത്തില്ല. ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദൈവ ശുശ്രൂഷകന്റെ വാക്കുകൾ വില കൊടുക്കാതെ പോകുന്നവർ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും പിന്നെ അതിന്റെ ഉത്തരവാദി ശുശ്രൂഷകനായിരിക്കുകയില്ല എന്നും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടായിട്ട് നിശബ്ദരായിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന, ഒന്നും ചെയ്യാതിരിക്കുന്ന ശുശ്രൂഷകന്മാരുമുണ്ട്, അലസന്മാരുമുണ്ട്, ഒന്നും ചെയ്യാതിരിക്കുന്നവരും. അവരെ കുറിച്ച് പറയുന്നത്, അപകടം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും നിശബ്ദരായി, ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായി അലസന്മാരായിത്തീരുന്ന ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുന്നത്, അപകടം ഉണ്ടായി ദേശത്ത് പ്രയാസം വന്നു കഴിഞ്ഞാൽ ചോദ്യം കാവൽക്കാരനോടായിരിക്കും, കാവൽക്കാരൻ മറുപടി പറയേണ്ടവനാണ്. അത് കാവൽക്കാരനും ദൈവം തമ്മിലുള്ള ബന്ധത്തിലുള്ള കാര്യം. ഇവിടെ ഈ പട്ടത്വ ശുശ്രൂഷ ഞായറിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നമ്മളിൽ ഒരാളായിരുന്ന, നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാനും പ്രാർത്ഥിക്കാനും കൈത്താങ്ങൽ കൊടുക്കാനും കൂടെ നിർത്താനും ഒക്കെ നമുക്ക് ബാധ്യത. എബ്രായലേഖനം പറയുന്നത്, ശുശ്രൂഷകന്മാർ നിറഞ്ഞ ഹൃദയത്തോടെ ഞെരുക്കമില്ലാതെ ആ ശുശ്രൂഷ നിർവഹിക്കണം. അതിനുള്ള വഴി, അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ്. അതുപോലെ ഓർക്കുക, എന്റെ ജനതയുടെ എന്റെ പ്രാർത്ഥന മറുപടിയാണ് ശുശ്രൂഷകരെ കരുതാനുള്ള ബാധ്യത. ഓരോ ശുശ്രൂഷകനും ഓർക്കേണ്ടുന്നത് ദൈവനിയോഗമാണ്. ഇത് അനോയിന്റഡ് ബൈ ഗോഡ്, ദൈവത്തിന്റെ അഭിഷേകമുള്ള ശുശ്രൂഷയാണ്. ദൈവം നിയോഗിച്ച്, ദൈവം മനസ്സിലാക്കി ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ, കുഞ്ഞാടുകളുടെ ആവശ്യം മനസ്സിലാക്കുവാൻ, ആടുകളെ മനസ്സിലാക്കുവാൻ, ആടുകളെ ശുശ്രൂഷിക്കുവാൻ, പരിപാലിച്ച് വളർത്തുവാൻ നമുക്ക് ഉത്തരവാദിത്വം. ഇത് ഒരു പാരസ്പരികതയുള്ള ശുശ്രൂഷയാണ്. പരസ്പരം ബന്ധപ്പെട്ട്, പരസ്പരം കരുതിയും പ്രാർത്ഥിച്ചും കൈത്താങ്ങൽ കൊടുത്തും
ദൈവകൃപയിൽ ആശ്രയിച്ചും മുന്നോട്ട് പോകാനുള്ള ശുശ്രൂഷ കൂടിയാണ് ഇത്. അതുകൊണ്ട് ഓർഡൈൻ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്നുമുള്ള മക്കളെ പ്രോത്സാഹിപ്പിക്കാനും ആ ശുശ്രൂഷയിലേക്ക് ഒരു അയക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട് എന്ന് ഓർക്കുക. ഈ ഓർഡൈൻ മിനിസ്ട്രി ഞായർ ദൈവത്തിന്റെ ശുശ്രൂഷയാണെന്ന് കരുതാനും അങ്ങനെ പോകുന്നവരെ കൈത്താങ്ങൽ കൊടുക്കാനും നമുക്ക് സാധിക്കും. ഓരോ ഓർഡൈൻ മിനിസ്ട്രി ശുശ്രൂഷയും ഫലകരമായി തീരുന്നത് നമ്മുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഫലകരമായി തീരുവാൻ ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, കൈത്താങ്ങൽ കൊടുക്കാം, അവരെ സഹായിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രതികൂലങ്ങൾ അതിജീവിക്കുവാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ, പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ, ആത്മീയമായി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും എല്ലായ്പ്പോഴും നമ്മെ സഹായിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല മഹത്വവും എല്ലാ കാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യക ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിനെ ലക്ഷ്യമിട്ട് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും പുനരുത്ഥാനത്തിലും നിത്യാജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും ഈ വിശുദ്ധ ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ പട്ടത്വ ശുശ്രൂഷ രൂപാന്തരപ്പെടുത്തുവാനായി രൂപാന്തരപ്പെടുക. ഞങ്ങളുടെ നല്ല ഇടയ, നിന്റെ ആട്ടിൻകൂട്ടത്തിലെ സകല ആടുകളെ മേയ്ക്കുവാൻ നിന്റെ ജനത്തെ നിരന്തരം വിളിക്കുന്നുവല്ലോ. നിന്റെ മക്കളെ ഞങ്ങളുടെ ഇടയിൽ വളർത്തി നിന്റെ ജനത്തിന് കാവൽക്കാരാക്കി നിലനിർത്തിയിരിക്കുന്നുവല്ലോ. അങ്ങനെ അവരിലൂടെ ക്രിസ്തുവിലുള്ള രൂപാന്തരം സകല മനുഷ്യരുടെ സർവ്വലോകത്തിലേക്കും വ്യാപിപ്പിക്കുമല്ലോ. നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസ്ഥ കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കൃപയ്ക്ക് ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് തമ്പുരാനോട് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾക്ക് ജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് ഞങ്ങളുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സമയത്തുറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടുവാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണവും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങൾ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങൾ വർദ്ധിപ്പിക്കും.
വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ ഞങ്ങളുടെ ദിനഭാകരണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തേണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാൻ ആത്മീയതകളിൽ നിന്നും 9ാമത്തെ ആത്മീയത നമുക്ക് ചേർന്ന് പാടാം. ആത്മീയഗീതം 9. ദൈവമക്കളെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുകയും ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവർക്കും ചുറ്റുപാടുമുള്ളവർക്കും സകല ലോകത്തിനു വേണ്ടിയും കർത്താവിനോട് മധ്യസ്ഥത അടയ്ക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു.
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥന്റെ കരങ്ങളിലേക്ക് നമ്മെ വിനയപ്പെടുത്താം. നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവ് നൽകിയ സകല നന്മകൾക്കും ആത്മീയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. മരണകരമായ ചുറ്റുപാടിൽ ദോഷം കൂടാതെ കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കുന്നു. ദൈവകൃപയിൽ നമ്മളായിരുന്നല്ലോ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം കരയേറ്റാം. നാഥന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെയും നമ്മുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൂരത്തും ചാരത്തും കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഓർക്കാം. അവരുടെ ജോലിയിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ കാര്യങ്ങളിലൊക്കെ നാഥന്റെ കാവലുണ്ടാകേണ്ടതിന് സ്വർഗ്ഗസ്ഥ പിതാവിനോട് നമുക്ക് മധ്യസ്ഥത അണയ്ക്കാം. നമ്മുടെ സഭയുടെ ശുശ്രൂഷകളെ നാഥന്റെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. കർത്താവേ, സഭയെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ശുശ്രൂഷകളെ മാനിക്കണമേ. ഞങ്ങൾ ശുശ്രൂഷ കടന്നുപോയ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പട്ടത്വ ശുശ്രൂഷയിലായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഓരോ മക്കളെയും നാഥൻ അനുഗ്രഹിക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളെ, ക്ഷീണിതരെ, ആവശ്യഭാരങ്ങളിരിക്കുന്നവരെ, പ്രതികൂലങ്ങൾ നേരിടുന്നവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് ആശ്വാസമേകണമേ എന്ന് അപേക്ഷിക്കാം. നിരീക്ഷണത്തിൽ കഴിയുന്ന അറിയപ്പെട്ട മക്കളുണ്ട്. കൊറോണ വീതിയായിരിക്കുന്ന മക്കളുണ്ട്. ഐസൊലേഷനുമായിട്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, നിന്റെ മക്കളെ കനിവോടെ കടാക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ സകല ശുശ്രൂഷകൾ നാഥൻ അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെയും ഓരോ മക്കളെയും നാഥൻ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം. ലോകം നേരിടുന്ന പ്രതിസന്ധിയെ സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മധ്യസ്ഥത അണയ്ക്കാം. കൊറോണ വിധായി ലോകരാജ്യങ്ങളെ, ചുറ്റുപാടുകളെ കർത്താവെ കരുണാക്ഷിക്കണമേ പ്രാർത്ഥിക്കാം. ലോകത്തെമ്പാടുമുള്ള കൊറോണ ബാധിതരെ നമുക്ക് നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നിങ്ങളുടെ കുറവുകളെ പൊറുക്കണമേ എന്ന് അപേക്ഷിക്കാം. സ്വർഗീയ നല്ല പിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെയും നമ്മുടെ സകലവിധമായ ആവശ്യങ്ങളെയും പ്രാർത്ഥനയോട് ഉപേക്ഷിച്ചു കൊടുക്കാം. അത്യുന്നതനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഓൺലൈൻ വഴിയായി ഞങ്ങൾ ഒരുമിച്ച് ആരാധന പങ്കുചേരുന്നല്ലോ നാഥ. ഈ സമയത്ത് ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ പ്രിയപ്പെട്ടവരെ, അവരിയ്ക്കുന്ന ഭവനത്തെ നാഥ നിന്റെ സ്വർഗീയമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഓരോ കുടുംബങ്ങളെയും ദോഷമടുത്തുകൂടാത്ത വിധം സ്വർഗീയ മാലാഖമാരുടെ കാവലിൽ കാത്തുകൊള്ളുകയും കരുതുകയും ചെയ്യണമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വാഴ്ത്തപ്പെട്ട പിതാവേ, ഓരോ ഭവനങ്ങളിൽ നാഥൻ നീയാകണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വർഗീയ കിളിവാതിൽ തുറന്ന് വരാതവരോട് നന്മകളെ വർഷിപ്പിക്കണമേ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെ സമർപ്പിക്കുക. രോഗികളുണ്ട്, ക്ഷീണിതരുണ്ട്, ആവശ്യഭാരങ്ങളിരിക്കുന്നവരുണ്ട്. കർത്താവേ, നിങ്ങൾ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. നിനക്ക് സാധ്യമായിട്ടൊന്നുമില്ലല്ലോ. കർത്താവേ, നിന്റെ വലിയ കാരുണ്യം കൊണ്ട് ഞങ്ങളെ കരുതണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ മധ്യത്തിന്റെ കാവലുണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൊറോണ വിധിയായി ലോകരാജ്യങ്ങളെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവനായ ദൈവമേ, കൊറോണ ഭീതിയിൽ നിന്നും ലോകരാജ്യങ്ങളെ വീണ്ടെടുക്കണമേ. നിന്റെ സൗഖ്യത്തിന്റെ ശക്തി പകരണമേ, സൗഖ്യത്തിന് ആത്മാവിനെ പകരണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ്, ലോകത്തെമ്പാടുമുള്ള കൊറോണ ബാധിതരെ രക്തം കൊണ്ട് കഴുകണമേ. നിരീക്ഷണത്തിൽ കഴിഞ്ഞ കുഞ്ഞുങ്ങളുള്ളവരെ അനുഗ്രഹിക്കണമേ. ഐശ്വര്യക്ഷമോട് കഴിയുന്ന മക്കളുടെ കർത്താവിനെ അനുഗ്രഹിക്കണമേ. യാതൊരു ദോഷം കൂടാതെ എന്റെ മക്കളെ കാത്ത് പരിപാലിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ലോകം നേരിടുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനേക ലക്ഷം ഡോക്ടർമാര്, നഴ്സുമാര്, ആരോഗ്യ പ്രവർത്തകര്, ആശുപത്രി ജീവനക്കാര്, സകലരെ നാഥന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും നാഥനെ അനുഗ്രഹിക്കണമേ.
എല്ലാവരും കൃപകളെ പകരണം. നിനക്ക് സാധ്യമായിട്ടൊന്നുമില്ലല്ലോ. സ്വർഗീയ നല്ല പിതാവേ, ലോകത്തിന്റെ കെടുതകൾ അകറ്റി, ലോകത്തിന്റെ നൊമ്പരങ്ങൾ മാറ്റി, ലോകത്തിന്റെ പ്രതികൂലങ്ങൾ അകറ്റി, ലോകത്തെമ്പാടും ദൈവമായ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും വിടുതലും അയക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, നീ അറിയുന്നെങ്കിലും ബലഹീനരെ താങ്ങുന്ന കർത്താവിന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ ചുറ്റുപാടുകളെ കരുതുകയും കൊറോണ ഭീതിയെ പറ്റി സന്തോഷവും സമാധാനങ്ങൾക്ക് തിരികെ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഇതാദ്യങ്ങളെ മറ്റുമേൽപ്പിക്കുന്നു, താഴ്ത്തി പരമേൽപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആത്മദേഹി ദേഹത്തെ കാഴ്ചയെ വെക്കുന്നതായിരുന്ന 231 കീർത്തനം പാടുമ്പോൾ നമ്മുടെ ആത്മ സമർപ്പണത്തിന് പ്രതീകമായി നമ്മുടെ ദാനങ്ങളെ ദൈവനാമത്തിൽ സമർപ്പിക്കുകയും വേർതിരിച്ച് വയ്ക്കുകയും ചെയ്യാം. നാഥന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ദാനങ്ങളെ നമുക്ക് ആലയത്തിലേക്ക് വേർതിരിക്കാം. കീർത്തനം 231 നമുക്ക് ചേർന്ന് പാടാം. കർത്താവിൻ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെയും നമ്മുടെ ദാനങ്ങളെയും നാഥന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവും ഉറവിടവുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അർപ്പിച്ച ദാനങ്ങളെ കൃപയോടെ സ്വീകരിക്കണമേ. ഈ ദാനങ്ങളെ വാഴ്ത്തണമേ, അതിനെ വിശുദ്ധീകരിക്കണമേ, അതിനെ വേർതിരിക്കണമേ. ദൈവനാമത്തിന് വീഴ്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ദാനങ്ങൾ മാറ്റി സമർപ്പിച്ച ഓരോ കുടുംബങ്ങളെയും ഓരോ കുഞ്ഞുങ്ങളെയും അവർക്കുള്ള സകലത്തെയും സ്വർഗത്തിൽ അപ്പച്ചൻ മാനിച്ച് അനുഗ്രഹിച്ച് നന്മകൾക്ക് കുറവില്ലാതെ അനുഗ്രഹങ്ങൾ തടസ്സമില്ലാതെ ഓരോ കുഞ്ഞുങ്ങളെയും എന്നും എല്ലാ കാലത്തും ക്ഷേമത്തോടും സമൃദ്ധിയോടും കാത്തുകൊള്ളണമെന്ന് രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളേണമേ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുമെന്ന് ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ദൈവത്തിന്റെ കൃപകളും ആഴ്വുകളും അനുഗ്രഹങ്ങളും
ക്രിസ്തുവിന്റെ